കൊടുക്കുന്നതിൽ തങ്ങൾ ഏറ്റവും കാന അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അധികം ധർമ്മം ചൊരിയുന്ന ആളായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അധികം അവിടുന്ന് ധർമ്മം ചെയ്തിരുന്നത് വിശുദ്ധ റമദാനിലാണ്. റമദാനിൽ നമ്മളെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ കണക്കൂട്ടി നോക്കും, ഏതായാലും 1000 രൂപ കൊടുക്കുക റമദാനല്ലേ, ഒരു 10,000 കൊടുക്കുക റമദാനല്ലേ. നമ്മളിലേക്ക് അപേക്ഷിച്ച് ആ കൊടുക്കുന്നതൊക്കെ ചെറുതായിരിക്കും, നമ്മളെ മുന്നിലുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. സാമ്പത്തികമായി പുരോഗതി ഓരോ വർഷാവർഷവും കൂടി വരുന്നതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ സന്ദർഭത്തിലും അവിടുന്ന് അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ഉദാരത മനസ്കതയുള്ള ആളായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ ഉദാഹരണങ്ങൾ കാണാം ഹദീസിൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ആദ്യം സഞ്ചരിച്ചിരുന്ന വാഹനം വളരെ ക്ഷീണിച്ചൊരു വാഹനമായിരുന്നു, ഒട്ടകം തന്നെ. എപ്പോഴും എങ്ങോട്ട് പോവുകയാണെങ്കിലും ജാബിർ റളിയല്ലാഹു അൻഹു എത്തി എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറയും, പോകാറായി, ഇനി ആരും വരാണ്ടാകൂല. അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതിക്ക്, അയാൾ വന്നാൽ ഇനി നമുക്ക് തുടങ്ങാം, ഇനി ആരും വരാനില്ല, ലാസ്റ്റ് വണ്ടിയാണ്. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു വന്നാൽ പിന്നെ എല്ലാവരും പറയും പോകാം, ഇനി ആരും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ജാബിറെ, എന്താ അങ്ങനെ വൈകിയത്? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനും എൻ്റെ ഒട്ടകവും ഈ ഒട്ടകത്തിൻ്റെ മേലെ കയറി വരണ്ടേ, ഒട്ടകം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഞാനും ഇങ്ങനെ എത്തും. അപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഒന്നിങ്ങനെ ഷറഫാക്കപ്പെട്ട് അവിടുത്തെ കരം കൊണ്ട് ഒന്നിങ്ങനെ തടവിക്കൊടുത്തു. അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഒന്ന് കൊട്ടിക്കൊടുത്തു. ഒരു ചെറിയ കയ്യിലുള്ള ഒരു ചെറിയ ഒന്ന് വാഹനത്തെ സ്പീഡ് പോകാൻ വേണ്ടി ഒന്ന് തട്ടി ഉണർത്തുന്ന ചെറിയൊരു കോല് കൊണ്ട്, ഒരു വടി കൊണ്ട് ഒന്ന് തട്ടിക്കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഞാനതിനെ പിടിക്കേണ്ട എല്ലാ ബ്രേക്കും പിടിച്ചു. എനിക്കൊരു പേടി, ഈ വാഹനം പോയി 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 ഏറ്റവും മുന്നിൽ നിർത്തിയിരിക്കുന്ന വാഹനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനമാണ്. അതിനാരും ഓവർടേക്ക് ചെയ്യാറില്ല, അതൊരു ബഹുമാനാണ്. നമ്മുടെ നാട്ടിൽ മകൻ കാറിലും ബാപ്പ ചെറിയ സ്കൂട്ടിയിലും പോകുകയാണെങ്കിൽ മകന് തിരക്കുണ്ടെങ്കിൽ ഒന്ന് ഓണടിച്ച്, പാപ്പ നിങ്ങൾ വരും, കാര്യമായിട്ട് പണിയൊന്നുമില്ല, ഞാൻ പോട്ടെ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്തവരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവരെ പരിഗണിക്കുന്ന ബഹുമാനം കൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഉയർച്ച നമുക്ക് കാണാൻ പറ്റൂല. ദുനിയാവിലും അല്ലാഹു ഉയർച്ച തരും, ആഖിറത്തിലും തരും, നമ്മിലും തരും, നമ്മുടെ മക്കളിലും തരും, പേരക്കുട്ടികളൊക്കെ തരും. ആ വാഹനത്തിന്റെ സ്വഭാവം തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, വകാനത് ലാ തുസ്ബഖുൽ അൽബാ. അവിടുത്തെ വാഹനം മറ്റാരും ആ വാഹനത്തെ മറികടന്നു പോകാറില്ല, എല്ലാവരും ആ വാഹനത്തിന്റെ പിറകിലാണ് പോകാറുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, ഞാൻ പിടിച്ചു. സ്വഹാബത്തൊക്കെ ചോദിക്കുന്നു, ആരാണ് അത്ര അതബില്ലാതെ പോയത്? പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, എല്ലാ വാഹനങ്ങളെയും മറികടന്ന് നല്ല സ്പീഡിലാണ് എൻ്റെ വാഹനം മുന്നോട്ട് അങ്ങനെ പോയത്. അവിടുത്തെ ആ ഒരു കരസ്പർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്ന് തൊട്ട് തലോടിയ ആ ഒരു ബറക്കത്ത്, ആ ഒരു അനുഗ്രഹം, എത്രമാത്രം വലിയ അനുഗ്രഹമാണത്. അതേ രൂപത്തിലാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനം എല്ലാ വാഹനങ്ങളെയും മറികടന്ന് എത്തേണ്ടിടത്ത് ആദ്യം എത്തി. സ്വഹാബത്ത് വന്നു നോക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് വാഹനം ഓടിച്ചു വന്നത്. പിറകിൽ വന്നവർ ചോദിക്കുന്നു, അല്ല ജാബിറെ, ബഹുമാനം മറന്നോ? ഞാനൊരു ബഹുമാനവും മറന്നിട്ടില്ല, എന്റെ വാഹനത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൊട്ടി തന്നു. നിങ്ങൾ എപ്പോഴും പറയാറില്ല അവസാനത്തെ വണ്ടി എന്നത്, അതിന്ന് മാറിപ്പോയി. അവിടുത്തെ കരസ്പർശം ഒന്ന് ഏറ്റപ്പോ എന്റെ വാഹനത്തിന് പരിമിതിയില്ലാത്ത സ്പീഡ് കൂടിപ്പോയി. ആ വാഹനത്തിന്റെ ഉന്മേഷമൊക്കെ കൂടി കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജാബിറെ, ഈ വാഹനം എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. കാരണം ആ വാഹനത്തിന്റെ പുള്ളിങ് കണ്ടാൽ ആരും വാങ്ങും, അങ്ങനല്ലേ? നമ്മൾ കാണാൻ പറ്റിയ വാഹനം അങ്ങനെ കണ്ടാൽ നമ്മളെ മനസ്സിലുള്ള ഒരു കൊതി, ഒരു ആഗ്രഹം ഉണ്ടാവില്ല, അതൊന്ന് സ്വന്താക്കണം. തങ്ങൾ ചോദിച്ചു, വാഹനം എനിക്ക് വിൽക്കുന്നുവോ? അപ്പൊ നബിയെ, തങ്ങൾക്ക് വിൽക്കാനോ? അല്ല, ഞാൻ വെറുതെ തരാം. അല്ലല്ല, വെറുതെ വേണ്ട, വിലക്ക് മതി. എന്നാ പിന്നെ ശരി, ഞാൻ വിലക്ക് തരാം, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് മദീന വരെ ഈ വാഹനത്തിൽ എനിക്ക് സഞ്ചരിക്കണം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ, മദീനയിലെത്തിയിട്ട് കൊണ്ടുവന്നാൽ മതി. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മദീനയിലെത്തുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വാഹനം കൊണ്ടുവന്ന് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട്, ദാ നബിയെ വാഹനം എന്ന് പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് തങ്ങൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കാശ് കൊടുത്തു. ഞാൻ ഉദാഹരണം പറയുന്നത് അജ്വദുന്നാസ് എന്നതിനാണ്. കാശ് കൊടുത്തു. തിരിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു നടന്നാണ് പോകുന്നത്. വാഹനത്തിൽ വന്ന ആൾ നടന്നു പോകുമ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനൊരു പ്രയാസം. നേരത്തെ വന്നത് വാഹനത്തിലാണ്, പക്ഷെ തിരിച്ചു വന്ന് നടന്നിട്ടാണല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞു, ജാബിറെ, ആ വാഹനം ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി തന്നു കൊണ്ടുപോയിക്കോളിയുന്നു. എന്താ, നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നുണ്ടാവില്ല. നമ്മളേക്കും വാങ്ങിയത് അങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. വില കൊടുത്ത് വാങ്ങിയത് പിന്നീട് ദാനം ചെയ്യാണ്. ആ സ്പോട്ടിൽ തന്നെ ദാനം. അജ്വദന്നാസ്, ഏറ്റവും അധികം കൊടുത്തിരുന്നവരായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ ഘട്ടങ്ങളിലും.